എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നമ്മൾ കണ്ടിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട 2 പേര്, അതിലെ ആ ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ആരാര്യങ്ങളീ പറയുന്നത്? ശ്രീമതി ദിവ്യ ശ്രീധർ. പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ ഇങ്ങനെ വരണു. ഇതാരാണ്, ഇത് എന്താണ്, ഇവരുടെ വിശേഷം എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ, അത് പറയൂ. അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. അത് തന്നെ, ഒരു കല്യാണം കഴിച്ചു. അല്ല മുതലാളി, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കും. ഞാൻ ചില ഇന്റർവ്യൂകളിലൊക്കെ കണ്ടു ദിവ്യ കരയുന്ന കുറെ സീനുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ. കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ച കമന്റ് എന്തായിരിക്കും പറയാൻ പറ്റില്ല. പറയുന്നേ ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഇതിനിടയിൽ വേറൊരു കമന്റ് കണ്ടു, ചേട്ടന്റെ 3ാമത്തെ കല്യാണമാണ് ഇതെന്ന്. അതും കേട്ടു. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇവര് 2 പേരും നന്നായി ചിന്തിക്കാതെ എടുത്ത് ഒന്നായി പോയില്ലേ ഇത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? കല്യാണം നിങ്ങൾ 2 പേരും ചിന്തിക്കാതെ എടുത്തതാണ് അല്ലേ? ഇനി എപ്പോഴാണ് എനിക്ക് ചിന്ത വരേണ്ടത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. ഫോളോ ചെയ്തേക്കണേടാ. പൊന്നു മോനെ. അപ്പൊ ഞാൻ ഇറങ്ങാം, 2 ദിവസം കഴിഞ്ഞ് വരാം.